സുഹൃത്തുക്കളെ, അടുത്തൊരു വെല്ലുവിളികൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണ് നീ തമസല്ലോ സുഖപ്രദം. പൈസ കേട്ടോ, ജഗന വിടും. ക്യാമറ മൊത്തം മരിച്ചു പറിക്കുകയോ? ജഗന കിട്ടണം. ഈ രാത്രിയിൽ തന്നെ എനിക്ക് അവനെ കിട്ടിയേ പറ്റൂ. മഹാവേദന. ഓ ജഗൻ, നീ എവിടെന്നാ? ഈ രാത്രി എന്നെ കണ്ടില്ലെങ്കിൽ നീ ഉറങ്ങില്ല എന്നറിഞ്ഞു. കൊച്ചു കല. എടാ, ഒരു പ്രോബ്ലം ഉണ്ട്. രാജു അസോസിയേറ്റ്സ് NKS കമ്മിറ്റി മറിച്ചെടുക്കാൻ പോകുന്നല്ലേ? NKSന്റെ സ്ഥിരം പരിപാടി കൊണ്ട് മടുത്തെങ്കിൽ നീ പോയി ഞണ്ണി തുടങ്ങിക്കോ മോനെ മന്ദ. നന്ദ, നീ 3ാമത്തെ റൗണ്ടിൽ 4ാമത്തെ പ്രാവശ്യം പോർക്ക് ഫ്രൈ എടുക്കുമ്പോഴേക്കും ഞാൻ എത്തും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പോർക്കിന് പകരം കൂർക്ക തന്ന് 3G ആക്കരുത്. ബെസ്റ്റ് കണ്ണ, ബെസ്റ്റ്. ജഗ, നീ കാരണം എനിക്കുണ്ടായ ലാഭം 9 ഉരുവയും 2 തൊലിയും. എടാ, നിനക്ക് എന്ത് തേങ്ങയാണ് വേണ്ടത്? NKSൽ എന്ത് സ്ഥാനമാണ് നിനക്ക് വേണ്ടത്? കൺവീനർ, കോർഡിനേറ്റർ, ട്രഷറർ? പറ ജഗ. എനിക്ക് വീട്ടിലത്തിൽ ഒരു വീട്, ഒരു മനം. ഒരു മേനയില്ലാത്ത ആഗ്രഹമാണ് ഇപ്പോൾ ഇവിടെ. അടിച്ച വെക്കും വെച്ച വാളും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എന്തുണ്ട്? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് മനസ്സിലായ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. ഓഹോ, പണ്ഡിതനാണെന്ന് തോന്നുന്നു. നിന്റെ കണ്ണിൽ എന്തോ തീഷ്ണതയോടെ കത്തുന്നു. എന്താ അത്? അതാ വന്നൊഴുക്കി കമ്മിറ്റിക്കാർ പിടിച്ച് മാങ്ങക്കര അറിയിക്കാൻ പറഞ്ഞു. അപ്പൊ 2 തുള്ളി കണ്ണി തച്ചു. അത് കഴിയണ്ട. പരിഹസിക്കാണല്ലേ പുല്ലേ. ഇതിനെ ചുറ്റമ്പലെന്നാണ് പറയുന്നത്. ഇതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഈ ഞാൻ ആരാണ്? എന്നാ ശരിയായില്ല, ഞാൻ ഇതിന്റെ പണിക്കുള്ളത്. അല്ല, ഇതൊക്കെ ചോദിക്കും ചേച്ചിയായിരുന്നു. ഞാൻ എടുത്ത് തമ്പുരാട്ടിയാണോ മാഷെ? എന്നാൽ തമ്പുരാട്ടി ഒരു കാര്യം ചെയ്യും. പല്ലക്കും എടുത്ത് പള്ളി ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്ന് പള്ളി പൈപ്പും പള്ളി ടാപ്പും കുറച്ച് പള്ളി പശുവിടെ കൊണ്ടുവന്ന് നമുക്ക് പണിയൊക്കെ തുടങ്ങാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈപ്പ് എനിക്ക് വേണം. നിങ്ങൾക്ക് ഈ പൈപ്പിന്റെ വില അറിയില്ല. മീറ്ററിന് 17 രൂപ. നിങ്ങൾക്ക് ഈ പൈപ്പ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഞാനിതുകൊണ്ട് ഊതും, ചിലപ്പോൾ അർത്ഥം മുറിച്ച് കളയും. ഇന്ത്യൻ ഭരണഘടന ഒരു പ്ലംബർ നല്ലുള്ള അവകാശം തന്നിട്ടുണ്ട്. 3 അക്ഷരത്തിന്റെ വില നിങ്ങൾക്കറിയില്ല. 100 വർഷം ഒറ്റക്കലിൽ താമസം ചെയ്താലും വെള്ളം ലീക്ക് ചെയ്യാതെ പ്ലംബിംഗ് ചെയ്യാൻ നിങ്ങൾക്കാവില്ല. അറിയുന്നവൻ ചെയ്തില്ലെങ്കിൽ വീട്ടിനുള്ളിൽ വെള്ളം കയറുന്ന മഹാസാരം നനഞ്ഞിട്ടുണ്ട് ഒരുപാട്. 10
10ാം ക്ലാസ് തോറ്റു നിന്ന മോനെ കണ്ടപ്പോ അച്ഛനൊരാഗ്രഹം. എന്തിനാ? പ്ലംബിംഗ് പഠിക്കാൻ വിടാൻ. നേരെ ചെന്ന് കയറി കൊടുത്തത് ഒരു സിംഹത്തിന്റെ പടയിൽ ഉസ്താദ് ഉത്തമൻ മേശിരി. ചെന്നപ്പോ മൂപ്പര് നല്ല ഫിറ്റ. എന്താ സംഭവം? ജവാന്റെ കുറഞ്ഞ റൺ പൊട്ടിയൊലിച്ചു കൊണ്ടിരിക്കുന്ന പൈപ്പ് കാണിച്ച് പുള്ളി പറഞ്ഞു ദക്ഷിണ വയ്ക്കാൻ. പണിക്ക് പറഞ്ഞു വിട്ട അച്ഛനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് പൈപ്പിന്റെ മുകളിൽ കയറിയിരുന്നു. ചന്തി നനഞ്ഞാൽ എന്താ? മേശിരി ഫ്ലാറ്റ്. പിന്നെ കയ്യിൽ പൈപ്പ് റേഞ്ചും സോൾവെന്റുമായി കുറേ നാൾ. ഒടുവിൽ ഉത്തമ മേശിരിയുടെ പണിയും തട്ടിയെടുത്ത് ടാങ്കിൽ ഒരു പിടി പച്ചമണ്ണും വാരിയിട്ട് എങ്ങും നിലയ്ക്കാത്ത യാത്ര. സബുരോഗി സിന്ദഗി നോ പണി വേലെ കൂലി നഹി ചാത്ത ഹൈ. ഓരോ കടയിൽ പോയി ഒരു സംഭവം വളയുടെ നിറമന്ത്രം ഞാനും കൂടണ്ടേ കളിക്കാൻ. ഇത് കുട്ടികളുടെ കളിയാണ് സംഭവം. വേണ്ട, കളി നമ്മൾ തമ്മിലാകുമ്പോ അത് വലിയവരുടെ കളിയായില്ലേ? ഇവിടെ വെച്ച് തന്നെ വേണോ? കുട്ടികളൊക്കെ ഇരിക്കുന്നു. നേരാ, ഈ കുട്ടികളുടെ മുന്നേറ്റം നിന്നെ തല്ലുന്നതിനൊക്കെ ഒരു രസമില്ല. അതല്ല എന്റെ സമ്പ്രദായം. പിന്നെ എന്താണ് നിന്റെ സമ്പ്രദായം? എന്റെ ഭാഷ സമ്പ്രദായം. നിനക്ക് എന്തൊക്കെ അറിയണ്ടേ? എങ്കിൽ നിന്റെ സമ്പ്രദായ പ്രകാരം ഞാൻ എവിടെ വരണം? പറ സ്ഥലം. അങ്ങാടിയില് 100 ആള് കൂടുന്നതിന്റെ നടുവില് കിട്ടണം നിന്നെ എനിക്ക്. ഫോൺ അടിക്കുന്നുണ്ട് ചിറ്റയാണ് അജിറ്റ് പറഞ്ഞു. ഞാൻ 6ാം നമ്പറിന്റെ പ്രൊഡക്ഷൻ കണ്ടോളൂ തന്നെ. താൻ ആരോട് ചോദിച്ചിട്ടുണ്ട് ഈ കാര്യം 100 പേര് വേണമെന്ന് പറയുന്നത്? ഇവിടെ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഇവിടെ കിടന്ന് വേണം വെക്കും. മറ്റേ ക്ലൈമാക്സ് സീനിലാണെങ്കിൽ 100 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര പേര് പറ്റും? മാക്സിമം ഒരു 10 പേര്. അതാണ് കൊഴുപ്പ്. അങ്ങാടിയിലെ 10 ആളുടെ നടുവിൽ കിട്ടണം നിന്ന് എനിക്ക്. 10 ആൾ കൂടുതൽ നടുവിൽ കിട്ടിയ നീ എന്നെ ഒലത്തോടാ ഒലത്തോടാ. എന്നിട്ട് ജഗന്നാഥൻ ഒലത്തിലെന്ന് പറഞ്ഞ് മുളകിട്ട് റെസിപ്പി ഇട്ട് യൂട്യൂബിലിടും. എന്നിട്ട് തമ്പനയിലോട്ട് മയിലിന്റെ പടം ഇടും. അവിടെ 100 പേര്. നേരത്തെ രാജശ്രീകൾ നിന്റെ ചാനലിൽ കയറി നിരങ്ങും. അവിടെ നീ പോ. അങ്ങാടി പോയി മാക്സിമം ആളെ കൂട്ട്. ഞാൻ വരും. എന്റെ പേര് ജഗന്നാഥൻ എന്നാ. ഓ, കാണിച്ചു തരണം. അതെ, ഈ പരിപാടിക്ക് കൊണ്ടുവന്ന കുറച്ച് ഇവിടെ നോക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആർക്ക് വേണമെടാ നിന്റെ അനുവാദം? കേസ് എന്താ? നിന്റെ തറവാട് സ്വത്തോ? നടക്കില്ല എന്ന് പറയാൻ നടക്കില്ല, അത്ര തന്നെ. ഇത് ഇത്ര ആൾക്കാർക്ക് കഴിക്കാൻ കൊണ്ടുവന്ന ചെയ്യണ പോർക്കിറച്ചിയാ. ഇത് നീ 2ാമത്തെ പ്രാവശ്യം നീ കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം നീ പരിപാടി കാണിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പോർക്കിറച്ചി കഴിഞ്ഞില്ല. ഈ പ്രാവശ്യം നീ പരിപാടി കാണിക്കാനെ പരിപാടി നീ എന്റെ ചട്ടി കൊണ്ടുള്ള ഇടപാട് സമ്മതിക്കില്ല. വേണമെങ്കിൽ ഫുഡ് കമ്മിറ്റിയോട് ചോദിച്ചിട്ട് കുറച്ച് മാങ്ങക്കറി കിട്ടുമെന്ന് തോന്നുന്നു. ഏതോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. ഏതാണ് അവതാരം? അപരാധ പിറവി അവതാരം അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിയും ഇതാക്കാണ്. പുകയത്ത് വന്നതാണ്. അമ്മയുടെ ഗന്ധർവൻ. അതല്ല, വൈഫുണ്ട്, മാലയുണ്ട്, ഷോളുണ്ട്, ചുവന്നുള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഗന്ധർവൻ. പല്ലിയായി പിന്നെ പട്ടിണി ഇടാക്കാനും കഴിവുള്ളവൻ ഗന്ധർവൻ. തോന്നുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതെ, ഈ ഗന്ധർവന്മാരെ കാലം നിലത്ത് മുട്ടില്ലല്ലോ.
ശ്ശോ, അതല്ലാന്നേ. ഈ ഗന്ധർവന്മാരുടെ കാലിങ്ങനെ പൊങ്ങിയല്ലിരിക്കുക. അത് പൊങ്ങിയെടുത്ത് ഗന്ധർവന്മാർ നമ്മള് സാധാരണ വിട്ട ഗന്ധർവനല്ലേ. ഗന്ധർവൻ എങ്ങനെയാ ഭൂമിയിലേക്ക് വന്നേ? ആ ദേവേന്ദ്രന്റെ ശാപം കിട്ടി വന്നു. ദൈവത്തിന്റെ ശാപം കിട്ടിയോ? അതെങ്ങനെയാ? ദേവേന്ദ്രനെ ഒന്ന് ഇക്ലിയാക്കി അങ്ങനെ മുഖം മുറി. ഈ ഇക്ലിയാക്കുമ്പോ എങ്ങനെയാ മുഖം മുറിയുന്നേ? എന്നെ ഷേവ് ചെയ്തോണ്ടിരുന്നാൽ ഇക്ലിയൊക്കെ മുഖം മുറി. അതെന്തിനാ അങ്ങനെ ചെയ്തേ? അങ്ങനെ ചെയ്താലേ ഞങ്ങളെ ശപിക്കും. അങ്ങനെ ശപിച്ചാലേ ഞങ്ങൾക്ക് ഭൂമിയിൽ വരാൻ പറ്റും. അങ്ങനെ ഭൂമിയിൽ വന്നാലേ കന്യകയായ സ്ത്രീകളെ ഞങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റും. അപ്പോ എന്നെ നശിപ്പിക്കുവോ? വേറെ കുറെ ഓർഡർ എടുത്തിട്ടുണ്ട്. സമയം കിട്ടുമെങ്കിൽ നശിപ്പിക്കാം. ഒരു സൽപുത്രൻ പിറന്നട പണ്ടേ മഹാധ്യായം തുടക്കമായെന്ന് ഇത് കേട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷം പിറന്നട പാട്ട് സ്നേഹം വന്നാൽ മധുരത്തെ പ്രിയായി പൂവും നന്ദിച്ചാല് കോപം കൊണ്ടാൽ വേറാരും പേടിയില്ലെന്നാണ് ആവാറും മതം ആർക്കും മാതം ആർക്കും കൊണ്ടത്തെ ആഘോഷം പ്രകമ്പനം ഉരുകട്ടെ